ഹായ്, ഇന്ന് നമ്മൾ ഈ തേക്കിൻ്റെ കമ്പ് കൊണ്ട് നമ്മളൊരു അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതെന്താണെന്ന് കാണാൻ പറ്റും. ആദ്യം നമ്മൾ മുറിച്ചെടുത്ത കമ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ കമ്പ് നമ്മൾ തേക്കിൽ നിന്നാണ് മുറിച്ചെടുത്തത്. തേക്കിൻ്റെ കമ്പ് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്കിത് ഉണ്ടാക്കാൻ. നമുക്ക് പേരയ്ക്ക, അതേപോലെ കാഞ്ഞിരോ, പിന്നെ പ്ലാവ്, അങ്ങനെ നല്ല മരത്തിൻ്റെ ഉറപ്പുള്ള മരത്തിൻ്റെ പുളിമരോ, ഇതിൻ്റെ കൊമ്പുകളൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. കമ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലുള്ള തൊലി നമ്മൾ കളയുന്നുണ്ട്. അതേപോലെ ചെത്തി എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് ഇനി നമ്മൾ വെയിലത്ത് ഇത് ഉണക്കാനിടുകയാണ്. ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് പ്ലൈവുഡ് പീസുകളാണ്. അത് 18x18 2 പീസ്, അതേപോലെ 18x30 1 പീസ്, 12x18 1 പീസ് എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. സെൻറ്റിമീറ്റർ അളവാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ജോലി ആരംഭിക്കാം. അപ്പോൾ ഈ പ്ലൈവുഡിന് പകരം നമുക്ക് മരത്തിൻ്റെ പീസും നമുക്ക് പലകയും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചുറ്റിക കാണുന്നില്ല. അപ്പോൾ നമ്മളൊരു ഐഡിയ എടുത്തതാണ്. നമ്മുടെ പൈപ്പ് റേഞ്ചിൻ്റെ നമ്മൾ ടൈറ്റാക്കുന്ന ഭാഗം ഊരിക്കളഞ്ഞിട്ട് നമ്മൾ അതൊരു ചുറ്റികയായിട്ട് ഉപയോഗിക്കുകയാണ്. ഗമ്മ് നമ്മൾ ഫെവിക്കോൾ SH ആണ് ഉപയോഗിക്കുന്നത്. അത് അടിഭാഗത്ത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പലക, ആദ്യം വലിയ പലക, അതായത് നമ്മൾ 18x30 എടുത്ത പലക നമ്മൾ അടിഭാഗത്ത് മുള്ളാണി അടിച്ച് നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്. ഇതേപോലെ നല്ല ലെവലായിട്ടുള്ളൊരു പ്രതലത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇത് കാരണം നമ്മൾ വിറകായിട്ടൊക്കെ ഉപയോഗിക്കുന്ന, നമ്മൾ കളയുന്ന മരക്കമ്പാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ പ്ലൈവുഡ് കടകളിൽ നിന്ന്, അതായത് ആശാരിക്കടകൾ, ഫർണിച്ചർ കടകളിൽ നിന്നൊക്കെ നമുക്കിത് വെറുതെ കിട്ടുന്ന അവരുടെ വേസ്റ്റ് പീസുകളാണ്. ആ വേസ്റ്റ് പീസുകൾ സംഘടിപ്പിച്ചതാണ്. അടിഭാഗത്തെ പ്ലൈവുഡ് നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത കമ്പിൽ നമ്മുടെ കട്ട് ചെയ്തെടുത്ത 18x18 പീസ് നമ്മൾ ഉറപ്പിക്കുകയാണ്. അത് എല്ലാത്തിനും നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആണിയടിച്ച് ഉറപ്പിക്കുന്നത്. ചെറിയ പ്ലൈവുഡ് പീസ്, അതായത് 18x12 നമ്മൾ എടുത്ത പ്ലൈവുഡ് പീസ് നമ്മൾ നടുഭാഗത്ത്, അതായത് 2 കമ്പ് പിരിയുന്ന ഭാഗത്ത് നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ എടുത്ത പ്ലൈവുഡ് പീസിൻ്റെ അളവുകളൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ അളവ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് പീസുകൾ എടുക്കാം. ഈ പലകക്ക് നമ്മൾ ആണി കൊടുക്കുന്നത് കുറച്ച് ക്രോസ് ആയിട്ട് ആണി കൊടുക്കുമ്പോൾ നമുക്ക് കമ്പിലേക്ക് അടിച്ച് കയറ്റാം. ഇതേപോലെ ഒരു ചുമരിൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ചുമരിൽ, അതായത് വാളിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ കമ്പിലും നമ്മൾ പലക ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു സ്റ്റേ കൊടുക്കുന്നുണ്ട്. ഇത് ബലത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ തട്ടിന് ബലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കമ്പ് മുറിച്ചെടുത്ത കമ്പിൽ നിന്ന് ഉള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഇതിന് സ്റ്റേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ബലം, നമുക്ക് ഇത് കനത്തിലുള്ള വസ്തുക്കൾ നമുക്ക് ഇതിന് മുകളിൽ വെക്കാൻ കഴിയും. കമ്പിൽ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോൾസ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ സ്റ്റേക്ക് ഉപയോഗിക്കുന്ന കമ്പ് കയറ്റിയാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ പലകയ്ക്കും നമ്മുടെ തട്ടിനും നമ്മൾ ഹോൾസ് ഇടുന്നുണ്ട്. നമ്മൾ ഈ എക്സ്ട്രാ കൊടുക്കുന്ന കമ്പുകളൊന്നും നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണെന്ന് തോന്നുകയില്ല. നമ്മുടെ ഈ പോളിഷൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണി കഴിയുമ്പോൾ നമ്മളത് എക്സ്ട്രാ കൊടുത്തതാണെന്ന് യാതൊരു തോന്നിച്ചേ ഉണ്ടാവില്ല.
നമ്മൾ ഈ എടുത്ത ഇതേ രീതിയിലുള്ള കമ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് രീതിയിലുള്ള കമ്പ് കൊണ്ടും നമുക്ക് ഇതേപോലെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കാം. ഇത് ഒരു കമ്പിലല്ലാതെ നമുക്ക് 2 or 3 കമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ വളരെ ഭംഗിയായ ഐറ്റംസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മുടെ സ്റ്റേ ഉറപ്പിക്കുമ്പോൾ ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മുള്ളാണി അടിച്ചിട്ടാണ് നമ്മളത് ഉറപ്പിക്കുന്നത്. ഇനി നമ്മുടെ മുകൾ ഭാഗത്തെ സ്റ്റാൻഡിനും നമുക്ക് ഇതേപോലൊരു സ്റ്റേ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തട്ടിനൊക്കെ നമ്മൾ സ്റ്റേ കൊടുത്ത് ഇനി നമ്മൾ ഇതിൻ്റെ തട്ടിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ നമ്മുടെ വലിയ കമ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ ഓരോ ആണി കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ തട്ടുകളും നമ്മൾ റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് 24 മണിക്കൂർ കഴിയണം. അതായത് ഈ ഗമ്മൊക്കെ ഒന്ന് ഉണങ്ങി റെഡിയായി വരണം. അതിൻ്റെ മുമ്പ് നമ്മൾ ഈ തട്ടിൻ്റെ മുകളിലൊക്കെ ഒരു കനം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്, ഗമ്മൊക്കെ ഉണങ്ങി സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കനം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കനങ്ങളൊക്കെ നമുക്ക് കല്ലുകളൊക്കെ എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കി ജോലികളൊക്കെ ആരംഭിക്കാം. ഇനി നമ്മൾ നമ്മുടെ തട്ടുകൾക്ക് നമ്മളൊരു ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. 3 ഭാഗത്ത് നമ്മൾ ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. ചുമരിൻ്റെ ഭാഗത്ത് നമുക്ക് ബോർഡർ വേണ്ട, അല്ലാതെ 3 ഭാഗത്തും നമ്മൾ ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൈവുഡിൻ്റെ വളരെ കനം കുറഞ്ഞ പ്ലൈവുഡാണ്. ഈ പ്ലൈവുഡൊക്കെ നമ്മൾ ഫർണിച്ചർ കടകളിൽ നിന്ന്, ആശാരിമാരിൽ നിന്ന് അവരുടെ വേസ്റ്റ് സംഘടിപ്പിച്ചെടുത്തതാണ്. ഈ ബോർഡർ വെക്കുന്ന പ്ലൈവുഡിൻ്റെ അതായത് ഒരു ഭാഗം മൈക്കൊട്ടിച്ചതുപോലെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഈ പ്ലൈവുഡ് അല്ലാതെ നമുക്ക് ഇതിന് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന നമുക്ക് ഇതിനുള്ള ഒരു സ്റ്റിക്കർ, ഒരു വാട്ടർ പ്രൂഫ് സ്റ്റിക്കറാണ്. അത് നമുക്ക് വാങ്ങി ഒട്ടിച്ച് കൊടുത്താലും മതി. എല്ലാ ഭാഗത്തും നമുക്കത് വാങ്ങി ഒട്ടിക്കാം. മുകളിൽ താഴെ അതേപോലെ സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് ആ സ്റ്റിക്കർ വാങ്ങിയാൽ ഒട്ടിക്കാം. ഓൺലൈനിലൊക്കെ ഒരു 200 രൂപ മുതൽ അതിന് വിലയുണ്ട്. ഈ ബോർഡർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബോർഡർ വെച്ചിട്ട് നമ്മൾ ചെറിയ മുള്ളാണി വെച്ചിട്ട് നമ്മളത് ഉറപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ തട്ടുകൾക്കും നമ്മൾ ബോർഡർ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഉരസി ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കണം. നമ്മുടെ കമ്പ് ഇതേപോലെ നന്നായിട്ട് ഉരസി നമ്മൾ മിനുക്കി എടുക്കുന്നുണ്ട്. കമ്പൊക്കെ നമ്മൾ നന്നായിട്ട് സാൻഡ് പേപ്പർ ഇട്ട് ഉരസി ക്ലീൻ ആക്കി എടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ സ്ലീക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഇത് വാർണിഷും നമുക്ക് അടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ കമ്പിൻ്റെ മുകളിൽ നമ്മുടെ തട്ടിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതടിക്കുന്നതോടുകൂടി നമുക്ക് ഇതിന് ഈടും നല്ല തിളക്കവും ഭംഗിയൊക്കെ നമുക്ക് കൂടും. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ സ്റ്റാൻഡ് അഥവാ നമ്മുടെ ചുമർ സ്റ്റാൻഡ്, അതായത് ചുമർ ഷെൽവ്, വാൾ ഷെൽവായിട്ട് നമുക്ക് ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ നമുക്ക് തറയിൽ ചുമരോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ട് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇതേപോലെ തറയിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് മണി പ്ലാന്റുകൾ, അതേപോലെ റൂമിനകത്ത് വളർത്താൻ പറ്റുന്ന ചെടികൾ, അതേപോലെ നമുക്ക് ഫ്ലവറുകളൊക്കെ ഇതിൽ ഇതേപോലെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മളിത് ചുമരിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ചിലവുകളൊന്നും ഇല്ലാതെ ഒരു ഷെൽവാണ്. ഇത്തരം ഒരു ഷെൽവ് നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കണമെങ്കിൽ നമ്മൾ 2000-3000 രൂപയൊക്കെ കൊടുക്കണം. ഇത് നമുക്ക് വെറും 10 രൂപ മാത്രമേ ഇതിന് നമുക്ക് ചിലവ് വരുള്ളൂ. ആ ഗമ്മും ആ മുള്ളാണിയുടെയും റേറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ചുമരിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റീലാണിയാണ് ചുമരിൽ നമ്മൾ കൊടുത്തത്. പിന്നെ നമ്മുടെ ഷെൽവിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോൾസ് ഇട്ടിട്ട് നമ്മളത് ആ ഇതിലേക്ക് നമ്മൾ ആണിയിലേക്ക് നമുക്ക് എടുത്തു വെച്ചാൽ മതി, ഹോൾസിലേക്ക് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചുമർ ഷെൽവ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതിന് സ്നേഹത്തോടെ ബൈ ബൈ.